ടെറിയാക്കി ചിക്കൻ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ടെറിയാക്കി ചിക്കന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, ഹണി, ഓറഞ്ച് ജ്യൂസ്, സെസമി ഓയിൽ, സോയാ സോസ്, ജിഞ്ചർ, ബട്ടർ, ഒലിവ് ഓയിൽ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഈ ചിക്കൻ ആണെങ്കിൽ ഞാൻ ടർമറിക് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാം. ഇത് ഇച്ചിരി ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1/4 കപ്പ് സോയാ സോസ്, ഇനി 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഇതിന്റെ സോസ് എന്ന് പറയുന്നത് നല്ല സ്വീറ്റും സോറും എല്ലാം കൂടി കമ്പൈൻ ആയിട്ടിരിക്കുന്ന ടേസ്റ്റ് ആണ്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ഇടാം, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ 3 ടേബിൾ സ്പൂൺ ഹണി, നല്ല സ്വീറ്റ് ഹണിയാണ്. ഹണി ഞാൻ ഓൾറെഡി എമൗണ്ട് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കിട്ടത്തില്ല. സ്പൂണായിട്ട് എടുക്കുകയാണെങ്കിൽ ഫുള്ള് പോകത്തേ ഉള്ളൂ. ഇനി 1 ടീസ്പൂൺ സെസമെ ഓയിൽ, നല്ലെണ്ണ. ഓക്കെ, അങ്ങനല്ല, എള്ളെണ്ണയാണ് നല്ലെണ്ണ. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി വെച്ചിട്ട് ഇനി ഇത് 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യണം. നേരെ ഒലിവ് ഓയിൽ കുറെ ഒഴിക്കണ്ട, ഇച്ചിരി മതി. ഒരു വലിയ നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ ഈസി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളം മാരിനേറ്റ് ചെയ്ത് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചേക്കണം. അത് വേണ്ടിയതാണ്. ഭയങ്കര പേടിയാട്ടോ. പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഫ്രൈയിങ് വലിയ കാര്യങ്ങളുള്ളൂ. വലിയ പാനാണെങ്കിൽ ഈസി ആയിരിക്കും. എല്ലാം കൂടെ കൂട്ടിയിടേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രൈ ആയി കഴിയും. ജസ്റ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുക്കാം. നമ്മളാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ടല്ലോ ഒഴിച്ചുള്ളൂ. ഈ ചിക്കനകത്തുള്ള ചിക്കനകത്തൊന്നും വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴെല്ലാവർക്കും നല്ല കറക്റ്റ് സ്മെല്ല് വരാൻ പോകുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കഴിയണം. ഇതിനകത്ത് നമ്മൾ സോൾട്ട് എക്സ്ട്രാ ആയിട്ട് ഇടുന്നില്ല. സോയ സോസിന് തന്നെ സോൾട്ട് ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മുടെ മാരിനേറ്റ് ചെയ്ത വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വീണു. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ കിടക്കുന്നത്. പിന്നെ അതുമല്ല, ഈ ചിക്കനിൽ നിന്നും വെള്ളം ഇങ്ങനെ ഇറങ്ങുമല്ലോ. അപ്പൊ ഇത് ഫ്രൈ ആയി ഇച്ചിരി കിട്ടുന്നുണ്ട്. നല്ല മണം. ഞാൻ പറഞ്ഞെന്തുവാ, ഈ പാനകത്ത് ഈ സൗണ്ട് കേൾക്കുന്നില്ലേ, ഈ ചേച്ചി ഇപ്പൊ വിട്ട മഴ വരും, അതിന്റെ ഒരു സൗണ്ട്. ഇപ്പൊ ഫ്രൈ ആയി ഇങ്ങനെ തിരിച്ചിട്ടോണ്ടിരിക്കണേ, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഫുള്ള് അങ്ങ് കരിഞ്ഞു പോയി. നല്ല സ്മെല്ലുണ്ട്. ഇപ്പൊ ആ മാരിനേറ്റ് ചെയ്ത വെള്ളമൊക്കെ ഇതിനകത്ത് പിടിച്ചും ഇച്ചിരി ഇവാപ്പറേറ്റ് ഒക്കെ ആയി കൊടുക്കും. ഇപ്പൊ ആ എണ്ണ മാത്രമേ ഇനിയിപ്പോ പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടിക്കോളൂ. വെള്ളം ഇരിക്കുന്ന സമയം കൊണ്ട് എൻ്റെ ഇച്ചിരി കുക്കും ആയിട്ടുണ്ട് നന്നായിട്ട്. ആ വെള്ളം പറ്റിയില്ലോ. ആ എണ്ണയും കൂടെ അല്ലേ ഉള്ളൂ. എണ്ണ പറ്റുന്നില്ല. ഇപ്പഴാ ഒഴിക്കുന്നേ. ഇത് ലോങ് ഫ്ലെയിമിലാക്ക്. നന്നായിട്ട് ഒഴിച്ചു. എടുത്ത് മാറ്റി വെക്കാണ്. അത് നല്ല ഫ്രൈ ആയിട്ട് അല്ല, ഫ്രൈ ആയിട്ട് ഇടാവേ.
കയ്യിൽ തെറിച്ച് വെച്ചിട്ട് സാധനം മാറി നിൽക്കണം, അല്ലെങ്കിൽ ഇവനെ ഞാൻ നീ ഒരു മൈനോ കാരണം ടേസ്റ്റ് കിട്ടുമോ? ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ സോയ സോസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കളയായിരുന്നത്, ആ സോസ് ഇതിനകത്തേക്ക് ചിലർ പറയത്തില്ലേ 1 pot റെസിപ്പി എന്നൊക്കെ, ഇതും 1 pot റെസിപ്പി തന്നെ. ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നോ? ഞാൻ കേട്ടില്ല. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അവരെല്ലാം കൂടി എടുത്ത് കളഞ്ഞെന്ന്. 1.5 tablespoon ബട്ടർ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് നല്ല ഡിസൈനൊക്കെ വേണ്ടേ. എൻ്റെ എല്ലാം ഇതൊന്ന് ഇച്ചിരി ഒന്ന് തിക്കാവണേ. ഭയങ്കര ലൂസായിട്ടല്ലേ ഇതിന്റെ കൺസിസ്റ്റൻസി, ഇച്ചിരി നന്നായിട്ട് തിക്കാവണം. സോസ് ഗ്ലിറ്റർ ഓയിൽ കടുപ്പില്ലേ, അത് ബബിൾസ് ഒന്നിങ്ങനെ പോകുന്നു. ഇടയ്ക്കാണെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ടുണ്ടോ? അല്ല കസ്കസ്. കസ്കസിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബബിൾസ് ഇട്ടുണ്ടോ? പക്ഷേ ഇത് മാജിക് ടൈപ്പ് കസ്കസാണ്. എന്നെ ചേച്ചുവാണ് എന്റെ ലെമണേഡ് ഒക്കെ ചെയ്യാൻ പഠിപ്പിച്ചേട്ടോ. ചുമ്മാ പറഞ്ഞിക്കാം. നല്ല സ്മെല്ലാണ്, അതോട് കേറി നിൽക്കാൻ തോന്നുക. ഇത് ശരിക്കും ജപ്പാനീസ് ഫുഡാണ് കേട്ടോ, ജപ്പാനികളുടെ ഫുഡ്. ഇതാണ് ജപ്പാനീസ് പാക്കറ്റ്. എല്ലാം കുറെ ടൈപ്പ്. ഇപ്പൊ നാളെ തന്നെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാ പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്റെ അപ്പ ഇത് ബ്ലോഗ് എടുക്കുന്ന അതറിയാവോ? ഇത്രയും മതി, കുറെ നിൽക്കാവാനായിട്ട് കഴിക്കുന്നു. ഇത്രയും മതി. ഓക്കെ, ഇനി നമ്മള് നാളെ മെയിനായിട്ട് കളിക്കാൻ പോവാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇല്ലേ, പോവല്ലോ. അമ്മയും കൂടെ വിളിച്ചാൽ മതിയായിരുന്നു. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ചിക്കൻ ആണല്ലോ ഫ്രൈ ചെയ്തിരുന്നത്, അതിനകത്തോട്ട് പതിയെ ഇട്ടെടുക്കാം. പതിയെ ഇട്ടെടുക്കാം. കരിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. കാണുമ്പോ തന്നെ നല്ല കറിയായിരുന്നു. ഇതെന്തോ ഇങ്ങനെ ഒഴുകിയെന്തോ. പഠിച്ചത് കാണാൻ പടയെന്ന് പറഞ്ഞ് അത് ശരിക്കും ബ്രൈറ്റ്ലിയുള്ള ഫ്രെയിംസ് ഒക്കെ. ഓക്കെ, അയ്യോ അങ്ങനെ ഞാൻ എന്റെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണേ.